കേരളത്തിലെ നെൽകർഷകരിൽ നിന്നും സംസ്ഥാന സർക്കാർ സംഭരിക്കുന്ന നെല്ലിന്റെ പണം കർഷകർക്ക് നേരിട്ട് കേന്ദ്ര സർക്കാർ നൽകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. സംഭരിച്ച നെല്ലിന്റെ വില PRS വായ്പയായി നൽകുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും എം.പി. പറഞ്ഞു. കേരളത്തിലെ നെൽകർഷകരിൽ നിന്നും സംസ്ഥാന സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില PRS വായ്പയായി നൽകുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. I wish to draw the attention of the House to the grave financial distress faced by paddy farmers due to the current system of payment being routed through the paddy receipt sheet loan mechanism via banks in Kerala. Instead of receiving their rightful due directly, farmers are being forced into a loan-based payment system which adds unnecessary financial burden, delay payments and subject to the interest reduction. The indirect payment system deprives farmers of immediate access to their earnings, leaving them at the mercy of banking procedures and fluctuating interest rate. This is the very purpose of minimum support price, which is need to... Madam. Thank you very much, Madam Chairperson. Most of the honourable members from Kerala has already... by the paddy farmers. I urge the central government to immediately instruct the Kerala state government to implement direct payment system, ensuring the funds reach farmers' account without immediate or loan reduction. Such a step essential to safeguard farmers from financial exploitation, ensure transparency and uphold their right to timely remuneration of their hard work. I request the union government to urgent intervention in this matter. നെൽകർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ചതിന് ശേഷം അതിന്റെ വില മാസങ്ങൾക്ക് ശേഷം PRS വായ്പയായി നൽകുന്നതാണ് പതിവ്. ഈ തുക സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കാതെ വരുന്നതുമൂലം കർഷകരുടെ സിബിൽ സ്കോർ താഴ്ന്ന് അവർ കടക്കാരാവുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. കർഷകർക്ക് മറ്റാവശ്യങ്ങൾക്ക് വായ്പ ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യവും ഇതോടൊപ്പം ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാനത്തെ കുട്ടനാട്, അപ്പർ കുട്ടനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ നെൽകർഷകരോട് സംസ്ഥാന സർക്കാർ കാട്ടുന്ന ഇത്തരം അവഗണന അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും എം.പി. ലോക്സഭയിൽ പറഞ്ഞു. അശാസ്ത്രീയവും അപരിഷ്കൃതവുമായ നിലവിലുള്ള PRS വായ്പയ്ക്ക് പകരം കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നൽകുന്ന സമ്പ്രദായമാണ് നടപ്പാക്കേണ്ടത്. കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ സംസ്ഥാന സർക്കാർ ആനുപാതികമായി സംസ്ഥാന വിഹിതം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം കർഷകർക്ക് ഉയർന്ന താങ്ങുവിലയുടെ ആനുകൂല്യം ലഭിക്കുന്നുമില്ല എന്നും എം.പി. പറഞ്ഞു. നെൽകർഷകർക്ക് ഗുണമുണ്ടാകുന്ന തരത്തിൽ PRS വായ്പ ഒഴിവാക്കി സംഭരിക്കുന്ന നെല്ലിന്റെ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമായി നൽകുന്നതിനാവശ്യമായ നിർദ്ദേശം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകണമെന്നും എം.പി. ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.